ഞാൻ വരക്കാനെടുത്തുള്ള പിക്ചർ ഇതാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിംഹക്കുട്ടിനെയാണ് ഞാൻ ഇന്ന് വരക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എങ്ങനെയാണ് വരക്കുക അതിന്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ 1.6 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ആശാന എന്ന് കമന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ആശാന എന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ വരക്കാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. നിങ്ങൾ വരക്കാൻ പോകുന്ന പിക്ചർ നിങ്ങളെ കൈയിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ജസ്റ്റ് കൈയിന്റെ മുകളിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് അത് കറക്റ്റ് ആണോ അതല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺ വെച്ചിട്ട് തന്നെ അതിന്റെ ലെങ്ത്തും വിട്ടും അളന്നിട്ട് നമ്മളെ കയ്യിൽ മാർക്ക് ചെയ്യും. ഇങ്ങനെ ചെയ്യണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മളെ കൈയിന്റെ ഉള്ളിൽ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിന്റെ ലെങ്ത്തും വിട്ടും അളന്നിട്ട് കയ്യിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ആ ഒരു പിക്ചർ നമ്മളെ കൈയിന്റെ ഉള്ളിൽ കറക്റ്റ് ആണെന്നുള്ളത്. ഇനി നമ്മൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗവും ഇതേപോലെ കോണ് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് വരച്ച് നോക്കുക. ഒട്ടും വരക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നമ്മൾ ചിത്രം വരക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഫോട്ടോ നോക്കി വരക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ലൈനും വരക്കുമ്പോഴും ഫസ്റ്റ് ലെയർ കട്ടി കുറച്ചിട്ട് മാത്രം ഇടാം. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരക്കുന്ന ഫോട്ടോ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് ഇതിന് കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മായ്ച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത് സ്റ്റെയിൻ വന്നിട്ടുണ്ടായിരിക്കും. കുറേ പേരുടെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ വരച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവർ വരക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണില്ല എന്നാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഈ സെയിം ഫോട്ടോ തന്നെ നിങ്ങൾ ഒന്നുകൂടി കയ്യിൽ വരച്ച് നോക്കി. നിങ്ങൾക്ക് ഞാൻ വരക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എല്ലാ ലൈനും വരച്ചിട്ടുള്ളത് കട്ടി കുറച്ച്. ഇപ്പം നമ്മൾ വരക്കുന്ന ടൈമിൽ ഷേപ്പ് വ്യത്യാസം എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമുക്കത് കോൺ കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഫോട്ടോസ് വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കോൺ നല്ലതായിരിക്കും. എൻ്റെ കോൺ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി.